ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ട്രെയിനിങ് അക്കാഡമി. ഇസ്മി ആനന്ദു. എൻ്റെ മക്കളെ, +1 സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടികളുടെ റിവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആ റിസൾട്ട് നിങ്ങളുടെ സേ എക്സാം +2 സേ എക്സാമിന് മുമ്പ് തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. മിക്ക കുട്ടികൾക്കും അതിൻ്റെ ടെൻഷനായിരുന്നു. കാരണം ചിലവർ ഇതിൻ്റെ റിവാലുവേഷൻ്റെ മാർക്ക് കൂടുവാണെങ്കിൽ സേ എക്സാം എഴുതേണ്ടി വരത്തില്ല. കാരണം രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ജയിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനിലിരിക്കുമായിരുന്നു. എന്തായാലും എക്സാമിന് മുമ്പ് തന്നെ, എക്സാമിൻ്റെ തലേ ദിവസം അല്ലേ, നാളെ സേ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്, അതിൻ്റെ തലേ ദിവസം തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. സോ നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങളുടെ സേ എക്സാം എഴുതണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ടോട്ടൽ മാർക്ക് 36 അല്ലെങ്കിൽ ടോട്ടൽ മാർക്ക് 48 കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് തീരുമാനിക്കാം. മക്കളെ, നിങ്ങൾ റിവാലുവേഷൻ റിസൾട്ട് നോക്കാനായിട്ട് ഞാൻ താഴത്ത് ഫസ്റ്റ് കമൻറ്റായിട്ട് ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്യാം. സോ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നോക്കാം. ചില കുട്ടികൾ പറയും, പറയുന്നുണ്ട്, സാറേ ഞങ്ങളുടെ റിവാലുവേഷൻ റിസൾട്ട് ഇത് കാണുന്നില്ല, ഞാൻ റിവാലുവേഷൻ കൊടുത്തതാണ്, സോ എങ്ങനെ തിരിച്ചറിയും? മക്കളെ, നിങ്ങൾ ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും 3 ലിങ്കുകൾ നിങ്ങൾക്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ലിങ്ക് കാണാം. സോ അതിനകത്ത് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് നോക്കാം. ഇത് എവിടെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, മക്കളെ, ഫസ്റ്റ് ലിങ്കിനകത്ത് റിവാലുവേഷൻ റിസൾട്ട് ഓഫ് ഓൾ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ആയ കുട്ടികളുടെയും ചേഞ്ച് അല്ലാത്ത കുട്ടികളുടെയും റിസൾട്ട് ഇതിൻ്റെ അകത്ത് കാണാം. എല്ലാ കുട്ടികളുടെയും റിവാലുവേഷൻ കൊടുത്തിട്ടുള്ള എല്ലാ കുട്ടികളുടെയും ലിസ്റ്റ് ഇതിൻ്റെ അകത്ത് കാണാം. ഇനി ചേഞ്ച് ആയ കുട്ടികളുടെ റിസൾട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ എത്ര മാർക്കിൽ നിന്ന് എത്ര മാർക്ക് ഇപ്പോൾ അതിനകത്ത് കാണുമ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം. മൂന്നാമത്തത് 10% ചേഞ്ച് ആയ കുട്ടികളുടെ റിസൾട്ട് ഇതിൻ്റെ അകത്ത് കാണും. കാരണം അവർക്ക് റീഫണ്ട് ഉണ്ടല്ലേ. അപ്പോൾ റീഫണ്ട് ആയോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഈ ലിസ്റ്റ് നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മക്കളെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഒരു ലിങ്കാണ്. സോ ഇത് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ചേഞ്ച് അഥവാ നോ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ കാണാം. കണ്ടല്ലോടാ. ഇപ്പോൾ രജിസ്റ്റർ നമ്പർ, ഇത് എങ്ങനെയാണ് നോക്കേണ്ടത്? രജിസ്റ്റർ നമ്പർ നോക്കുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കണ്ടല്ലോ, ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ രജിസ്റ്റർ നമ്പർ നോക്കുക. എന്നിട്ട് അതിനകത്ത് കെമിസ്ട്രിയാണ് റിവാലുവേഷൻ കൊടുത്തിട്ടുള്ളത്. ചേഞ്ച് ആയോ? ഇല്ല, നോ ചേഞ്ച്. കുട്ടികളുടെ പേരും ഡീറ്റെയിൽസ് ഒന്നുമില്ല. രജിസ്റ്റർ നമ്പർ നോക്കുക. അതിൻ്റെ അകത്ത് ചേഞ്ച് ആയോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ നോക്കാം. കണ്ടോ, ഈ കുട്ടിയുടെ ഒന്നും ചേഞ്ച് ആയിട്ടില്ല. ചേഞ്ച് ആയ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ചേഞ്ച് ആയ ആരെങ്കിലും, കാരണം എല്ലാം കൂടെ ഉൾപ്പെട്ട ലിസ്റ്റാണ്. സോ ഇതൊന്നും ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ലിസ്റ്റാണ്. ഇതൊന്നും ചേഞ്ച് ആയിട്ടില്ല. മിക്കവരുടെയും ചേഞ്ച് ആയിട്ടില്ല. കണ്ടോ, ഈ കുട്ടിയുടെ സ്കൂൾ കോഡ് ഉൾപ്പെടെയുണ്ട്. സ്കൂൾ കോഡ് ഉൾപ്പെടെ ഇത് ഓക്കെ. മക്കളെ, ഇത് ഫസ്റ്റത്തെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്ക്രൂട്ടണി ലിസ്റ്റാണ് കേട്ടോ. സ്ക്രൂട്ടണി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ക്രൂട്ടണിക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുണ്ട്. സോ അവരുടെ ലിസ്റ്റാണ് ഈ ഫസ്റ്റ് പേജിൽ കിടക്കുന്നത്. സെക്കൻഡ് ഇങ്ങോട്ട് മാറ്റുക. ഇപ്പുറത്തെ പേജ് എടുക്കുമ്പോഴത്തേക്കും റിവാലുവേഷൻ റിസൾട്ട് കണ്ടല്ലോടാ. ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതാണ് റിവാലുവേഷൻ റിസൾട്ട്. ഫസ്റ്റ് ഇതിനകത്ത് കിടന്നത് സ്ക്രൂട്ടണിയുടെ ലിസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് നോക്കുക, സ്കൂൾ കോഡ്, നിങ്ങൾ രജിസ്റ്റർ നമ്പർ നോക്കുക. നിങ്ങൾ ഏതിനാണ് കൊടുത്തത്? സയൻസിലെ ആണ് റിവാലുവേഷൻ കൊടുത്തത്. ചേഞ്ച് ആയിട്ടില്ല. അടുത്തത് ഈ കുട്ടിയുടെ ഇംഗ്ലീഷിന് റിവാലുവേഷൻ കൊടുത്തായിരുന്നു, ചേഞ്ച് ആയി. കണ്ടല്ലോ. അപ്പോൾ ചേഞ്ച് ആയ കുട്ടികളുടെയും ചേഞ്ച് അല്ലാത്ത കുട്ടികളുടെയും റിവാലുവേഷൻ റിസൾട്ട് ഇതിൻ്റെ അകത്ത് കാണാം. എത്രയാണ് ചേഞ്ച് ആയത്, എത്ര മാർക്കാണ് കൂടിയതെന്ന് ഇതിൻ്റെ അകത്ത് അറിയത്തില്ല. ചേഞ്ച് ആയോ ചേഞ്ച് ആയില്ലേ, അത് മാത്രമേ ഇതിൻ്റെ അകത്ത് അറിയത്തുള്ളൂ. ഇനി നിങ്ങൾ രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചേഞ്ച് ആയില്ലേ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കാരണം ചേഞ്ച് ആയ കുട്ടികളുടെ ലിസ്റ്റ് മാത്രമാണ്. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഇങ്ങനത്തെ ഒരു PDF കിട്ടും. ഇത് വിശദമായിട്ട് നോക്കുക. കാരണം ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ നമ്പർ നോക്കുക. രജിസ്റ്റർ നമ്പർ കണ്ടല്ലോ മക്കൾ, ഇവിടെയാണ് രജിസ്റ്റർ നമ്പർ. അപ്പോൾ ഈ കുട്ടി ഗവൺമെൻറ് ബോയ്സ് മോഡൽ ബോയ്സ് HS സാറ്റിങ്ങൽ, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കാണും, രജിസ്റ്റർ നമ്പർ കാണും, കുട്ടിയുടെ പേരും കാണും, എന്നിട്ട് സബ്ജക്റ്റ് കാണും. കാരണം ചേഞ്ച് ആയ കുട്ടികളുടെ ലിസ്റ്റ് അല്ലേ. 80 ടോട്ടൽ മാർക്ക്. നേരത്തെ 73 ആയിരുന്നു, ഇപ്പോൾ 74 കാരണം 1 മാർക്ക് കൂടി. ഓക്കെ ആണല്ലോ. അങ്ങനെ ചേഞ്ച് ആയ കുട്ടികൾക്ക് എത്ര മാർക്കാണ് ചേഞ്ച് ആയെന്ന് അറിയാനുള്ള ലിസ്റ്റാണിത്. അപ്പോൾ ഇതെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും. കണ്ടല്ലോ, 59 നിന്നും 60 68 നിന്നും 71 വലിയ ചേഞ്ചുകൾ വന്ന കുട്ടികളുണ്ട്. 12 നിന്നും 15 കണ്ട, ഈ കുട്ടി കണ്ടോ 16 ആയിരുന്നു. കാരണം ഫിസിക്സിന് തോറ്റുപോയായിരുന്നു. പക്ഷേ 19 മാർക്കായി. പിന്നെ റിവാലുവേഷൻ കൊടുത്തപ്പോൾ 3 മാർക്ക് കൂടി ജയിച്ചു. അപ്പോൾ ചേഞ്ച് ആയ മാർക്കും ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി 10% കൂടിയ കുട്ടികൾക്ക് റീഫണ്ട് ഉണ്ടല്ലേ. ആ റീഫണ്ട് കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റ് അറിയണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നോക്കുക. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതിങ്ങനെ ഒരു പേജ് കിട്ടും, PDF. അത് ഓപ്പൺ ആക്കി നോക്കിയ ശേഷം കണ്ടല്ലോ, രജിസ്റ്റർ നമ്പർ, സ്കൂളിൻ്റെ
പേര്, പിന്നെ സഞ്ജന എന്ന് പറയുന്നൊരു കുട്ടിയാണ്. ആയിക്കോട്ടെ. മാത്സിന് കൂടി. മാത്സ് ആയിരുന്നു സബ്ജക്റ്റ്. 10% കൂടി. മാർക്ക് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞല്ലോ. 10% കൂടി. അതായത് റീഫണ്ട് കിട്ടേണ്ട കുട്ടികളാണ് ഇവരെല്ലാം. 10% കൂടിയ കുട്ടികൾക്ക് റീഫണ്ട് കിട്ടും. ഓക്കെ. കണ്ടല്ലോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻറ്സ് ഹൂ സ്കോർഡ് 10% ഓർ മോർ അവർക്ക് ദ പ്രിൻസിപ്പൽ ഷുഡ് റീഫണ്ട് ദ എമൗണ്ട് കളക്റ്റഡ് ഫ്രം സ്റ്റുഡൻറ്സ് ടുവേർഡ്സ് റിവാലുവേഷൻ ഫീ ഫോർ ദ ഫോളോയിങ് സബ്ജക്റ്റ്. അവർക്ക് 10% കൂടിയ കുട്ടികൾക്ക് റീഫണ്ട് പൈസ എത്രയാണോ റിവാലുവേഷൻ 500 രൂപയായിരുന്നല്ലോ അത് തിരിച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്. ഇനി എങ്ങനെ പൈസ തിരിച്ച് കിട്ടണമെന്നൊക്കെ ഉള്ളത് നിങ്ങൾ സ്കൂളിൽ ചെന്ന് ജസ്റ്റ് അന്വേഷിച്ചാൽ മതി. ടീച്ചർമാർ പറഞ്ഞു തരും. ഓക്കെ. ഇതാണ് 3 ലിങ്കും കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് നോക്കുക. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കാണും. ഓക്കെ ആണല്ലോ. ഇനി എൻ്റെ പേര് ലിസ്റ്റിൽ ഇല്ല എന്ന് പറഞ്ഞ് ഒരാൾ പോലും സങ്കടപ്പെടലെന്ന് പറയുവാണ്. എന്തായാലും ഇതിൻ്റെ അകത്ത് മാർക്ക് നിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ സേ കുട്ടികളോട് പറയാനുള്ള ചേഞ്ച് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ സേ എക്സാം അറ്റൻഡ് ചെയ്യാം. ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ അടുത്ത കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ. സന്തോഷത്തോടെ റിസൾട്ട് നോക്കുക. ചേഞ്ച് ആയാലും ചേഞ്ച് ആയില്ലെങ്കിലും നിങ്ങളുടെ സങ്കടമോ സന്തോഷമോ അത് ചേഞ്ച് ആകരുത്. ഓക്കെ. സന്തോഷിക്കാൻ നിങ്ങൾക്ക് സങ്കടത്തിലേക്ക് പോകരുത്. ചാൻസസ് ഇനിയും ഉണ്ട്. ഓക്കെ. ഇത്രയും പറഞ്ഞുകൊണ്ട് മക്കളെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ +1 +2 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം. കിടിലനായിട്ട് മാത്സ് ക്ലാസ് പഠിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വീഡിയോസ് ആയിട്ടൊക്കെ വരാം മക്കളെ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ. ഓക്കെ. ബൈ.